കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ തിരുനാമത്തിന് സ്തോത്രം കരയേറ്റുന്നു. നമുക്കൊരു പ്രാവശ്യം കൂടെ ദൈവവചന പഠനത്തോടുള്ള ബന്ധത്തിൽ കടന്നു വരുവാൻ സർവ്വലഭനായ ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ വിധങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഈ ശുശ്രൂഷയുടെ ഭാഗമായിരിക്കുന്ന പ്രിയപ്പെട്ടവരും അതുപോലെ തന്നെ പിന്നീട് ഇത് പല മാധ്യമങ്ങളിലൂടെ കാണുകയും മനസ്സിലാക്കുകയും ദൈവവചനത്തെ കേൾക്കുവാൻ പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടെ സ്നേഹവും വന്ദനവും അരുളുന്നു. കഴിഞ്ഞ 2-3 ക്ലാസ്സുകളായിട്ട് നമുക്ക് എബ്രായ ലേഖനത്തിൻ്റെ 2 അധ്യായങ്ങളെ നമുക്ക് പഠിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകി. ഇന്നത്തെ നമ്മുടെ ദൈവവചന പഠനം നമ്മൾ എബ്രായ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. എബ്രായ ലേഖനം 1-2 അധ്യായങ്ങളിൽ നമ്മൾ കണ്ടത് യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ വലിയവനാണ്. 1-ാം അധ്യായത്തിൽ അത് മനോഹരമായി ചിത്രീകരിക്കുന്നു. 2-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ അതുകൊണ്ട് എന്ന വാക്കിലാണ്. നമ്മളത് കണ്ടു. ഒരു വലിയ വാണിംഗ് ആണ് നമ്മളവിടെ കാണുന്നത്. ആരും ഒഴുകിപ്പോകരുത്. അത് ഒഴുകിപ്പോകാതിരിക്കാൻ ചെയ്യേണ്ടുന്ന കാര്യം കേട്ടത് അധികം ശ്രദ്ധയോട് കരുതിക്കൊള്ളുക. എന്നാൽ 3-ാം അധ്യായം തുടങ്ങുന്നതും മലയാളത്തിൽ അതേ പദം കൊണ്ടാണ്, അതുകൊണ്ട്. നമുക്ക് ആ ചില വാക്യങ്ങൾ ഇന്നത്തെ വചന പഠനത്തിന് മുമ്പ് നമുക്കത് വായിക്കുന്നത് അനുഗ്രഹമായിരിക്കും. ആർക്കെങ്കിലും ഒരാൾക്കത് വായിക്കാൻ കഴിയുമെങ്കിൽ അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് വായിക്കാമല്ലോ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. മോശെ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യൻ എന്നെണ്ണിയിരിക്കുന്നു. ഏതു ഭവനവും ചമയ്ക്കുവാൻ ഒരാൾ വേണം. സർവവും ചമച്ചവൻ ദേവൻ തന്നെ. അവന്റെ ഭവനത്തിൽ ഒക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്രേ. ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രൻ തന്നെ. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ വായിച്ചു കേട്ട വേദഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ദൈവം ഇന്ന് നൽകുവാൻ പോകുന്ന സന്ദേശങ്ങളെ ഓർത്ത് ഞാൻ പ്രാരംഭമായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എബ്രായ ലേഖനത്തിൻ്റെ ഒരു പ്രത്യേകത യേശുക്രിസ്തു സകലരിലും വലിയവനെന്നുള്ള ഒരു അവതരണമാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രബന്ധം. എന്നാൽ ഓരോ വ്യക്തികളെയും, അത് ദൂതന്മാരാകട്ടെ, മോശയാകട്ടെ, ജോഷുവയാകട്ടെ, അത് പുരോഹിതനാകട്ടെ, മഹാപുരോഹിതനാകട്ടെ, മൽക്കീസദേക്കാകട്ടെ, എല്ലാ ഘടകങ്ങളോടും വ്യക്തികളോടുമുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ട് എന്തുകൊണ്ട് യേശുക്രിസ്തു വലിയവനാകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഒരു വലിയ വാണിംഗും കൂടെ അവിടെ നൽകുകയാണ്. 1-ാമത്തെ വാണിംഗ് നാം കണ്ടു. നാം ഒഴുകിപ്പോകരുത്. ഒഴുകിപ്പോകാതിരിക്കാൻ നാം ചെയ്യേണ്ടുന്ന 1-ാമത്തെ കാര്യം കേട്ടത് അധികം ശ്രദ്ധയോടെ നാം കരുതിക്കൊള്ളണം. എന്നാൽ ചാപ്റ്റർ 3 വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് മോശ. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സുകളിൽ യഹൂദന്മാർ ഏറ്റവും കൂടുതൽ പ്രാധാന്യത നൽകുന്ന ഒരു തലമാണ് ദൂതന്മാർ. കാരണം മോശയ്ക്കും ന്യായപ്രമാണം ദൂതന്മാർ മുഖാന്തരമാണ് നൽകിയതെന്ന് അവർ വിശ്വസിക്കുന്നു. ദൈവത്തിന് എന്തെങ്കിലും ഒരു സന്ദേശം ഏതെങ്കിലും ഒരു സമയത്ത് തൻ്റെ പിതാക്കന്മാരോടോ അവരുടെ പിതാക്കന്മാരോടോ അരുളി ചെയ്യുവാനുണ്ടായിരുന്ന സമയത്ത് ദൈവം ദൂതന്മാരെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ ദൂതന്മാരെക്കാൾ വലിയവനാണ് യേശുക്രിസ്തു എന്ന് ചിത്രീകരിച്ചതിന് ശേഷം മോശയിലേക്ക് വരികയാണ്. അതിൻ്റെ 1-ാമത്തെ പദം നമ്മൾ നോക്കുകയാണ്, therefore holy brethren. നമ്മൾ ആ വാക്ക് ശ്രദ്ധിക്കണം, വിശുദ്ധ സഹോദരന്മാരെ. നമ്മൾ 2-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഈ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ
താൻ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പ്രത്യേകാൽ സഹോദരന്മാരെ എന്നാണ് അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. സഹോദരന്മാർ. അതുകൊണ്ടാണ് 2:12 നമ്മളിങ്ങനെ വായിച്ചു, ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. അത് ദൈവജനത്തെ കോട്ട് ചെയ്ത് എബ്രായ കർത്താവ് പറയുകയാണ്, സഹോദരന്മാരെ എന്ന് വിളിച്ചിരിക്കുന്നു. ഇവിടെ എഴുത്തുകാരൻ കഴിഞ്ഞ അധ്യായത്തിൽ അവതരിപ്പിച്ച ആ പ്രബന്ധം ഒന്നുകൂടെ ഒരു അഡ്ജക്റ്റീവൂടെ ചേർത്ത് അല്പം കൂടെ മനോഹരമായി, വെറും സഹോദരന്മാരല്ല, ആ സഹോദരന്മാരെ വിളിക്കുന്നത് ഹോളി ബ്രദറൻ, വിശുദ്ധ സഹോദരന്മാരെ. സഹോദരന്മാർ എന്നതുകൊണ്ട് യേശു തൻ്റെ ശിഷ്യന്മാരെയും തന്നിൽ വിശ്വസിച്ചവരെയും സഹോദരന്മാരെ എന്ന് വിളിച്ചിട്ട് എഴുത്തുകാരൻ പറയുകയാണ്, അത് യേശുവിൻ്റെ സഹോദരന്മാരാകുമ്പോൾ അവരെല്ലാവരും വിശുദ്ധ സഹോദരന്മാരാണ്. അപ്പം നോക്കണം, വിശുദ്ധ സഹോദരന്മാർ എന്നത് 2:12 നമ്മൾ വായിക്കുന്നു. എന്നാൽ അടുത്തൊരു വാക്യം നമ്മൾ ഭാഗം ഈ 3 പ്രാരംഭത്തിൽ കാണുന്നത് പാർട്ടേക്കേഴ്സ് ഓഫ് ഹെവൻലി കോളിംഗ്. പാർട്ടേക്കേഴ്സ് ഓഫ് ഹെവൻലി കോളിംഗ് അതെന്താണ്? അത് നമ്മൾ 2:13 കണ്ട ഒരു വാക്യമുണ്ട്, ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളുമെന്ന് പറയുന്നു. യേശുക്രിസ്തു പിന്നീട് തന്നെ വിശ്വസിച്ചവരെ വിളിച്ച പേര് തൻ്റെ മക്കൾ. അപ്പം ഈ കോളിംഗ് എന്ന് പറയുന്നത്, ഈ വിളി എന്ന് പറയുന്നത് മക്കൾക്കുള്ള വിളിയാണ്. അപ്പോൾ ഒന്ന്, വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക്. എന്തുകൊണ്ടാണ് ആ വിളി സ്വർഗീയമായത്? അത് യേശുക്രിസ്തുവിൻ്റെ വിളിയാണ്. എന്തുകൊണ്ടാണ് ഈ സഹോദരന്മാർ വിശുദ്ധ സഹോദരന്മാരായത്? അവർ യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാരാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കൊണ്ടും ആ 2-ാമത്തെ അധ്യായത്തോടുള്ള ബന്ധത്തിൽ തന്നെ പറയുന്നു, അതുകൊണ്ട് therefore, ഈ 2-ാം അധ്യായത്തെ ബന്ധപ്പെടുത്തി തന്നെ പറയുകയാണ്, therefore, അതുകൊണ്ട് നിങ്ങൾ ആരും വെറും സഹോദരന്മാരും വെറും വിളി കേട്ടവരുമല്ല, നിങ്ങളെല്ലാവരും വിശുദ്ധ സഹോദരന്മാരും വിശുദ്ധ വിളിക്ക് ഓഹരിക്കാരുമായിട്ട് ഉള്ളവരുമാണ്. എല്ലാവരും എന്നെ ഫോളോ ചെയ്യുന്നെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, കൺസിഡർ ജീസസ്. ആ വാക്ക് മലയാളത്തിൽ പറയുന്നത് യേശുവിനെ ശ്രദ്ധിച്ചു നോൽക്കുവിൻ. അപ്പം എഴുത്തുകാരൻ തൻ്റെ ലേഖനം വായിക്കുന്ന അല്ലെങ്കിൽ താൻ അവതരിപ്പിക്കുന്ന ഈ പ്രബന്ധം ശ്രദ്ധിക്കുന്ന ആളുകളോട് പറയുകയാണ്, നിങ്ങൾ യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോൽക്കുവിൻ. നമുക്കറിയാം, ഒരു പ്രീച്ചർ താൻ പ്രസംഗിക്കുവാൻ പോകുന്ന ഒരു വിഷയത്തിന് മുമ്പ് ഒരു കഥയോ ഒരു ഉപമയോ പറഞ്ഞ് ആ വിഷയത്തിൻ്റെ പ്രാധാന്യതയെ അറിയിക്കുന്നത് പോലെ യേശുക്രിസ്തു തന്നെ ചെയ്ത്, യേശു ഉപമകളിലൂടെയാണ് പിന്നീട് ശിഷ്യന്മാരെ സത്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ യേശു പഠിപ്പിച്ച ബൈബിൾ ട്രൂത്തുകളിലേക്ക് അവരെ നയിച്ചത്, വചന സത്യങ്ങളിലേക്ക്. അതെപ്പോഴും നല്ലതാണ്. ഒരു പ്രസൻറ്റേഷന് മുമ്പ് ഒരു കഥ പറയുക, അല്ലെങ്കിൽ ഒരു സ്റ്റോറി പറഞ്ഞതിന് ശേഷം ആ സ്റ്റോറിയിൽ പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം കാണും. അത് ബൈബിളിനോടുള്ള ബന്ധത്തിൽ എത്രത്തോളം നമുക്ക് സ്നേഹം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എത്രത്തോളം നാം കരുതണം. ഇതുപോലെ യേശുക്രിസ്തുവിനെ ഇവിടെ ചിത്രീകരിച്ചതിന് ശേഷം അവരുടെ എല്ലാവരുടെയും ശ്രദ്ധ യേശുവിലേക്ക് ആകർഷിപ്പിച്ചിട്ട് പറയുകയാണ്, ഈ യേശുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുവിൻ. കൺസിഡർ ദിസ് ക്രൈസ്റ്റ്. ഈ ക്രിസ്തുവിനെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുവിൻ. ആ വാക്യം അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ. അപ്പം ആരാണ് യേശു എന്നും അവിടെ പറയുന്നുണ്ട്. യേശു 1 അപ്പോസ്തോലനും 2 മഹാപുരോഹിതനുമാണ്. അപ്പോസ്റ്റൽ എന്ന വാക്കിൻ്റെ അർത്ഥം സെൻഡ് വൺ, അയക്കപ്പെട്ടവൻ. ഈ അയക്കപ്പെട്ടവൻ എന്നതുകൊണ്ട് അർത്ഥമാകുന്നത് ദൈവത്തിൽ നിന്നും മനുഷ്യരിലേക്ക് ദൈവിക സന്ദേശവുമായി അയക്കപ്പെട്ടവൻ. ആരാണ് മഹാപുരോഹിതൻ?
ജനത്തിൽ നിന്നും ജനങ്ങളുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് അയക്കപ്പെടുന്നവൻ. ഈ രണ്ട് ഘടകങ്ങളും യേശുവിൽ നമുക്ക് കാണുവാൻ കഴിയും. ഒരിക്കലും ഒരു മഹാപുരോഹിതന് ഒരു ദൈവത്തിൻ്റെ സന്ദേശവുമായി അയക്കപ്പെടുന്നവനായി തീരുവാൻ കഴിയുകയില്ല. അവൻ എപ്പോഴും ജനത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ജനത്തിൽ നിന്ന് ദൈവത്തിലേക്ക് അയക്കപ്പെടുന്നവനാണ്. പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ദൈവത്തിൽ നിന്ന് സന്ദേശത്തെ സ്വീകരിക്കുന്നു, ജനത്തിലേക്ക് അയക്കപ്പെടുന്നു, ജനത്തോട് പറയുന്നു. മഹാപുരോഹിതൻ അല്ലെങ്കിൽ പുരോഹിതന്മാർ അവർ ജനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അവരുടെ വിഷയവുമായി കടന്നു പോകുന്നവരാണ്. ഇവിടെ അപ്പോസ്റ്റൽ എന്ന വാക്കിന്റെ അർത്ഥം സെൻഡ് വൺ, അയക്കപ്പെട്ടവൻ. ഇപ്പൊ യേശുക്രിസ്തു യേശുക്രിസ്തുവിന്റെ ക്രൂശ് നമ്മെ വിളിച്ചറിയിക്കുന്നത് അതിന് വെർട്ടിക്കലായിട്ടുള്ളൊരു പോള്, ഹൊറിസോണ്ടലായിട്ട്. ഒന്ന് ആ ബീം, അത് ദൈവവും, അത് നമുക്ക് അങ്ങനെ കാണുവാൻ കഴിയും. രണ്ട്, ലോകവുമായിട്ടുള്ള ബന്ധം. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ദൈവത്തിൽ നിന്നും അകന്നുപോയ മാനവരാശിയെ ദൈവത്തോട് അടുപ്പിക്കുവാൻ കടന്നു വന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പൊ യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നു, യേശുക്രിസ്തു ഒന്ന് നമുക്കാരാകുന്നു? യേശുക്രിസ്തു നമ്മെ തൻ്റെ സഹോദരങ്ങളാക്കി മാറ്റി, തൻ്റെ മക്കളാക്കി മാറ്റി. അതുകൊണ്ട് നമുക്കുള്ള പ്രത്യേക പദം നമ്മൾ വിശുദ്ധ സഹോദരന്മാരാണ്. നമുക്കുള്ളത് നമ്മൾ ഹോളി ബ്രദറനാണ്. നമുക്ക് ഹോളി കോളിംഗ് ആണുള്ളത്, വിശുദ്ധ വിളിയാണുള്ളത്, വിശുദ്ധ സഹോദരന്മാരാണ്. ആ യേശുവിനെയാണ് നാം നോക്കേണ്ടത്. അപ്പം ആ യേശുവാരാണ്? ആ യേശു ഒന്ന് അയക്കപ്പെട്ടവനാണ്. രണ്ട്, ആ യേശു മനുഷ്യരിലേക്കും അയക്കപ്പെട്ടവനാണ്. ഒന്ന്, മനുഷ്യരിലേക്ക് അയക്കപ്പെടുന്നു. രണ്ട്, മനുഷ്യരിൽ നിന്ന് ദൈവത്തിലേക്ക് കടന്നു പോകുന്നവനാകുന്നു. അപ്പം ഈ രണ്ട് ശുശ്രൂഷകളെയും നമുക്ക് ഒന്നാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു. അപ്പം ഇനി നമ്മൾ കടന്നു വരുന്നത് രണ്ടാമത്തെ വാക്യം. യഹൂദന്മാർ വളരെ പ്രാധാന്യത നൽകുന്ന ഒരു വ്യക്തിയിലേക്കാണ്. ബൈബിളിൽ ഏകദേശം വചനം നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു കഴിഞ്ഞാൽ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിച്ചു കഴിഞ്ഞാൽ ബൈബിളിൽ ചില ഇമ്പോർട്ടൻ്റ് ആയ ഫിഗേഴ്സ് ഉണ്ട്. അതിൽ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഇമ്പോർട്ടൻ്റ് ആയ ഫിഗറിലെ ഒരാൾ തന്നെയാണ് മോശ. ഏകദേശം 847 ടൈംസ്, 847 പ്രാവശ്യം മോശ എന്ന വ്യക്തിയുടെ പേര് നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഏറ്റവും കൂടുതൽ ഉള്ള പേര് ഏതാണ്? അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പേര് തന്നെയാണ്. രണ്ടാമത് വരുന്ന വ്യക്തി ദാവീദാണ്. ദാവീദിൻ്റെ പേര് ധാരാളം പ്രാവശ്യം ചരിത്ര പുസ്തകങ്ങളിലൊക്കെ ധാരാളം പ്രാവശ്യം നമുക്ക് കാണുവാൻ കഴിയും. അത് പുതിയ നിയമത്തിൽ കാണുവാൻ കഴിയും, പഴയ നിയമത്തിൽ കാണുവാൻ കഴിയും. എന്നാൽ മൂന്നാം സ്ഥാനത്ത് വരുന്നത് നമ്മൾ ഈ കാണുന്ന മോശ തന്നെയാണ്. അപ്പം മോശ അത്രത്തോളം അവർക്ക് പ്രാധാന്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയ ഒരു വ്യക്തിയാണ്. ഇനി മോശയെ പറ്റിയുള്ളത് നമ്മൾ ഒന്നാമത്തെ വാക്യം കണ്ടു. യേശു ആരാണ്? നമ്മൾ ആരാണ്? നമ്മൾ ആരായി മാറി? യേശുവിൻ്റെ ശുശ്രൂഷ എന്താണ്? ഇതൊക്കെ നമ്മൾ ഒന്നാം വാക്യത്തിൽ കണ്ടു. രണ്ടാമത്തെ വാക്യത്തിൽ വരുമ്പോൾ മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. അപ്പം നോക്കണം, മോശയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദീർഘമായ സമയം നമുക്ക് മോശയെ പറ്റി പറയാൻ കഴിയും. ദൈവത്തിൻ്റെ അരികിൽ ചെന്ന് മുഖം ശോഭിച്ച മനുഷ്യനാണ്. ദൈവത്തിൻ്റെ അരികിൽ ചെന്ന് ദൈവത്തിൻ്റെ കൽപ്പന, ദൈവം നൽകിയ കൽപ്പന ദൈവം തൻ്റെ കരങ്ങൾ കൊണ്ട് എഴുതിയത് മേടിച്ചു കൊണ്ടുവന്ന മനുഷ്യനാണ്. മോശ ദൈവത്തിൻ്റെ അരികിൽ നിന്ന് വരുമ്പോൾ ജനത്തിന് മോശയുടെ മുഖത്ത് നോക്കാൻ കഴിയത്തില്ലായിരുന്നു. മോശയെപ്പറ്റി പറയുന്നു, ദൈവത്തോട് മുഖാമുഖം സംസാരിച്ചിട്ടുള്ള, ലിറ്ററലി അത് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, ദൈവത്തോടും നേരിട്ട് സംസാരിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു മനുഷ്യനാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജനനത്തിങ്കൽ തന്നെ അദ്ദേഹത്തെ കൊന്നുകളയുവാൻ ഒത്തിരി ശക്തികൾ ശ്രമിച്ചുവെങ്കിലും തൻ്റെ അമ്മയ്ക്ക് അങ്ങോട്ട് പണം നൽകി
ഈ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനുള്ള ഒരു പ്രോഗ്രാം ദൈവം മോശയ്ക്ക് നൽകി. ഇങ്ങനെ വളരെ ചെറുപ്രായം മുതൽ തന്നെ ദൈവത്തിൻ്റെ പ്രോഗ്രാമുകൾ നേരിട്ട് കണ്ടറിഞ്ഞ ഒരു മനുഷ്യനാണ്. അതുമാത്രമല്ല, ഇന്ന് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും, അത് മതങ്ങൾ ഏതുമായാലും, ലോകത്തിലുള്ള നിയമങ്ങൾക്കൊക്കെ അടിസ്ഥാനപരമായി ആളുകൾ ഉപയോഗിക്കുന്ന ലോ 10 കമാൻഡ്മെൻറ്റ്സിൽ നിന്ന് ഉരുവെടുത്തതാണ്. അത് നേരിട്ട് കരത്തിൽ സ്വീകരിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു മനുഷ്യനാണ് മോശ. അതുമാത്രമല്ല, ഭൂമിയെ ദൈവം എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്നും എങ്ങനെയാണ് ആദ്യത്തെ മനുഷ്യൻ, ഉൽപ്പത്തി പുസ്തകം മുതൽ ആവർത്തനം പുസ്തകം വരെയുള്ള പുസ്തകങ്ങളും ഒക്കെ എഴുതുവാൻ എങ്ങനെയാണ് നോക്കണം. ഈ ഒരു പരിഷ്കൃതമല്ലാത്ത ലോകം, എഴുത്തും വായനയും ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ആളുകൾക്ക് എന്താണ് അക്ഷരങ്ങളെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ഭൃത്യനായ മോശയ്ക്ക് ദൈവം തൻ്റെ വെളിപ്പാടിലൂടെ, റെവലേറ്ററി തിയറി എന്നൊക്കെ നമ്മൾ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട്, ദൈവം റെവലേഷനിലൂടെ, വെളിപ്പാടിലൂടെ ദൈവം മോശയ്ക്ക് സൃഷ്ടിപ്പിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നൽകി. ഇതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് ഒരുപക്ഷെ നേരിട്ട് ആ സൃഷ്ടിയെ നേരിട്ട് കണ്ട ഒരു വ്യക്തിയെ പോലെയാണ് മോശ ഈ പുസ്തകങ്ങളെല്ലാം അവതരിപ്പിക്കുന്നത്. അപ്പം നോക്കണം, മോശയെപ്പറ്റി പറയുന്നു, മോശയെപ്പോലെ സൗമ്യനായ, മീക്കസ്റ്റ് മാൻ ഓൺ ദ ഫേസ് ഓഫ് ദി എർത്ത്, ഏറ്റവും സൗമ്യതയുള്ളൊരു മനുഷ്യൻ. ഒരിക്കൽ ഈ ഇസ്രായേൽ മക്കളെ നയിച്ചു കൊണ്ടുവരുന്ന വഴിയിൽ മോശയ്ക്കെതിരെ പിറുപിറുത്തു, ദൈവത്തിൻ്റെ പ്രോഗ്രാമിനെതിരെ പിറുപിറുത്തു. ഈ സമയത്ത് എല്ലാ ആളുകളും മോശയ്ക്കെതിരെ പിറുപിറുത്തു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കോപം ജനത്തിന് നേരെ വന്നു. അവരെ നശിപ്പിച്ചു കളയുവാൻ ദൈവം ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവം പദ്ധതി ഇടുമ്പോൾ, മോശ ദൈവത്തോട് മധ്യസ്ഥ അണയ്ക്കുകയാണ്. ഒരുപക്ഷെ മറ്റേതൊരു മാനുഷികമായ ചിന്തയിലാണെങ്കിലും തനിക്കെതിരെ നിൽക്കുന്നവരൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ സൗമ്യനായി, അല്ലെങ്കിൽ സൗമ്യത നടിച്ചുകൊണ്ട് മാറി നിൽക്കാമായിരുന്നു. മോശ അവിടെയും ദൈവത്തോട് ഇടപെടുകയാണ്, ഈ ജനത്തെ കൊന്നുകളയരുത്. അപ്പം മോശയിൽ നാം കാണുന്നത് ഇസ്രായേൽ മക്കളെന്ന് മാത്രമല്ല, മോശയെപ്പറ്റി പഠിക്കുന്നവരൊക്കെയും മോശയെ സ്നേഹിക്കും വണ്ണം ഒരു നല്ല സ്വഭാവത്തിന് ഉടമസ്ഥനായ ഒരു മനുഷ്യനായിരുന്നു മോശ. നമുക്ക് നോക്കാം, മോശ വേണമെങ്കിൽ ടൈപ്പ് ഓഫ് ക്രൈസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തന്നെ തകർക്കുവാൻ ശ്രമിച്ചവരെ നശിപ്പിച്ച് കളയാതെ ഒറ്റിക്കൊടുക്കുവാൻ വന്ന യൂദാസിനെ പോലും സഹോദര എന്ന് വിളിച്ച്, അല്ലെങ്കിൽ സ്നേഹിത എന്ന് വിളിച്ച് സംബോധന ചെയ്യുന്ന ജീസസിനെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ മോശയും എ ടൈപ്പ് ഓഫ് ക്രൈസ്റ്റ്. കാരണം യേശുവിൻ്റെ ടൈപ്പായിട്ട് പഴയ നിയമത്തിൽ പല വ്യക്തികളുമുണ്ട്. ഇസ്രായേൽ മക്കളെ അവരുടെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ ദൈവം മോശയെ ഉപയോഗിച്ചു. എന്നാൽ മനുഷ്യൻ്റെ പാപത്തിൽ നിന്നും മനുഷ്യനെ അവരുടെ പാപത്തിൻ്റെ അടിമത്തിൽ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ അയച്ചു. അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് ക്രൈസ്റ്റ് ആയിട്ട് നമുക്ക് പഴയ നിയമത്തിൽ മോശയെ കാണുവാൻ കഴിയും. ഇത്രത്തോളം കാര്യം ഞാൻ പറഞ്ഞത് മോശയ്ക്ക് ഇസ്രായേൽ മക്കളുടെ നടുവിലുള്ള ആ പ്രാധാന്യതയാണ് നമ്മളവിടെ കാണുന്നത്. എന്നാൽ നമ്മൾ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിനും യോഗ്യൻ എന്ന് എണ്ണിയിരിക്കുന്നു. ഇസ്രായേൽ ജനം മുഴുവനും അവരെ ഈ രീതിയിലാക്കി തീർത്ത അവരുടെ ലീഡർ, അവർക്ക് ന്യായപ്രമാണം ലഭിച്ചത് മോശയിലൂടെയാണ്, അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് മോശ മുഖാന്തരമാണ്. അപ്പോൾ ഭവനം പണിഞ്ഞവൻ മോശ എന്ന ഒരു പറച്ചിൽ യഹൂദന്മാർ ചെയ്യാറുണ്ട്. ഈ ഭവനം, ഈ ഇസ്രായേൽ ഭവനം പണിയപ്പെട്ടത് മോശ എന്നൊരു ലീഡറെ കൊണ്ടാണ്. അത്രത്തോളം ഇമ്പോർട്ടൻസ് മോശയ്ക്ക് നൽകുന്നുണ്ട്. എന്നാൽ അതേ പ്രസ്താവന എടുത്തുകൊണ്ടാണ് ഈ ലേഖനകർത്താവ് പറയുന്നത്, ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മാനത്തിന് യോഗ്യനാണ്. ഇപ്പോൾ ഒരു വീട് ഒരു വ്യക്തി പണിയുക, ആ പണിയുന്ന വീടിന് ഒരു മഹത്വമുണ്ട്, ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്നാൽ
അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ആണ്, അതുപോലെ ഇനിയും ഒരു ഭവനം പണിയുവാൻ കഴിയുന്ന വ്യക്തി തന്നെയാണ് ഇത് പണിഞ്ഞതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഒരു വ്യക്തിക്ക് ഒരു വീടല്ല, എത്രയോ വീടുകൾ പണിയുവാൻ കഴിയും. അപ്പോൾ ഭവനത്തിനല്ല ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഭവനം പണിഞ്ഞവനാണ്. പക്ഷെ മോശ ആരായിട്ടാണ് ആ ഭവനം പണിഞ്ഞത്? ഒരു ദാസനായിട്ടാണ്. അതാണ് നമ്മൾ തുടർന്ന് കാണാൻ പോകുന്നത്. ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനെന്ന് എണ്ണിയിരിക്കുന്നു. മോശ ഭവനം പണിതു, വാസ്തവമായ കാര്യമാണ്. എന്നാൽ ഈ ഭവനം ഏത് ഭവനമാണ് എന്നാണ് നമ്മൾ കാണുന്നത്. ഇസ്രായേൽ മക്കളെ ഒരു ജനതയായിട്ട് ഇവരെ പുറത്തു കൊണ്ടിരുന്നു. മോശ ചെയ്ത ശുശ്രൂഷയെപ്പറ്റി വർണ്ണിക്കുന്നു. ഇനി അടുത്ത വാക്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമുക്കിതിൻ്റെ ആഴങ്ങളെ കാണാൻ കഴിയുന്നത്. ഏത് ഭവനം ചമയ്ക്കുവാൻ ഒരാൾ വേണം. സർവവും ചമച്ചവൻ ദൈവം തന്നെ. അവൻ്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുന്നവനായിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്രേ. അപ്പം മോശ ആ ദൈവത്തിൻ്റെ പ്രോഗ്രാം ചെയ്തത് ഒരു ദാസനായിട്ടാണ്, ഒരു ഭൃത്യനായിട്ടാണ്. സകലവും ചമച്ചവൻ ദൈവമാണ്. ആ സകലവും ചമച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ മോശ ഒരു ദാസനായിട്ടാണ് ആയിരുന്നത് എന്ന് നമ്മൾ താഴെ വായിക്കുന്നു. ക്രിസ്തുവോ അവൻ്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായി തന്നെ. ക്രിസ്തു ആരാണ്? ക്രിസ്തു ഒരിക്കലും ഒരു ഭൃത്യനായിട്ടല്ല. അവൻ വേഷത്തിൽ, അവൻ ദാസരൂപമെടുത്ത് മനുഷ്യരൂപത്തിൽ കടന്നു വന്നു എന്ന് പറയുമ്പോഴും യേശു വന്നത് പുത്രനായിട്ടാണ്. മോശ വന്നത് ഭവനത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാനായിട്ടാണ്. ഇതാണ് മനസ്സിലാക്കുന്നത്. ഈ എബ്രായ വിശ്വാസികളെ പറഞ്ഞ് മനസ്സിലാക്കിയാണ്. മോശയെ തീർത്തും തള്ളിപ്പറയുകയല്ല. മോശ കഴിവുള്ളവനാണ്, മോശ ചെയ്ത കാര്യങ്ങളെ ഒന്നും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അവരോട് പറയുകയാണ്, നിങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, മോശ ചെയ്ത ശുശ്രൂഷകളൊക്കെ ഒരു സേർവന്റിനെ പോലെയാണ്, ഒരു ദാസനെ പോലെയാണ്. പക്ഷെ യേശു ആരാണ്? യേശു ഭവനം പണിഞ്ഞ ഭവനത്തിൻ്റെ ഉടമസ്ഥനായി, ഭവനക്കാരനായി, പുത്രനായിട്ട് തന്നെയാണ്. ഒരു വീട് ഒരു ദാസൻ പണിയുന്നു, അവൻ ആ വീട്ടിൽ പണിയാൻ അവന് ആ വീട്ടിൽ പാർക്കുവാൻ കഴിയത്തില്ല. അവനൊരു പക്ഷേ പണിയുന്ന സമയത്തോളം ആ ഭവനത്തിൽ പണിഞ്ഞവൻ എന്നുള്ളൊരു പേര് കാണും. പക്ഷേ ആരാണോ പണിയുന്നത്, ആർക്കു വേണ്ടിയാണോ പണിയുന്നത്, ആ വ്യക്തിയാണ് അവിടെ പാർക്കേണ്ടുന്നത്. യേശു അവിടെ പാർക്കുകയാണ്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് ഒരു ജനതയെ മോശ കർത്താവിന് വേണ്ടി രൂപപ്പെടുത്തിയെടുക്കുന്നു. അവർക്കൊരു സമാഗമന കൂടാരം പണിത് നൽകുന്നു. എന്നാൽ അവരിൽ വസിക്കുവാൻ മോശയ്ക്ക് കഴിഞ്ഞില്ല. ഒരു കൂടാരം അവർ പണിതു, ആ കൂടാരത്തിൽ ദൈവസാന്നിധ്യം കടന്നു വന്നു. പക്ഷേ നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നു, യേശു അവരിലേക്ക് കടന്നു വന്നു. ഭവനം പണിത് അവൻ ആ ഭവനത്തിൽ വസിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? യോഹന്നാന്റെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്ന ഇതാണ്, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളും വസിക്കും. അതിനെപ്പറ്റി പറയുന്ന അനലോളജി കൊമ്പും മുന്തിരിവള്ളിയും പോലെയാണ്. ആ കൊമ്പിന് ആ മുന്തിരിവള്ളി അതിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ കഴിയാത്തതുപോലെ നിങ്ങൾക്ക് എന്നിൽ വസിക്കുന്നില്ല എങ്കിൽ ഫലം കായ്ക്കുവാൻ കഴിയുകയില്ല. മോശ ഒരു കൂടാരം പണിതുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അവരെ കാണിച്ചു കൊടുത്തുവെങ്കിൽ മോശ ഒരു ദാസനായിട്ടായിരുന്നു. മോശ ദൈവത്തിൻ്റെ കൽപ്പനകളെയൊക്കെ മേടിച്ചു കൊണ്ട് വന്നിട്ട് തൻ്റെ സഹോദരനെ ആ ശുശ്രൂഷ ഏൽപ്പിക്കുകയാണ്. സഹോദരനും കുടുംബവുമാണ് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നത്. മോശയ്ക്ക് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെ ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ ഇവിടെ നമ്മൾ മോശയേക്കാൾ വലിയവനായ ഒരുവനെ കാണുന്നു. അവൻ്റെ ശുശ്രൂഷ എന്താണ്? അവനൊരു കൂടാരം പണിതിട്ട് അവൻ എവിടെ വസിക്കുന്നു, അല്ല ഞാനിവിടെ ഉണ്ട്, നിങ്ങൾ അവിടെ ഇരുന്നോ എന്നല്ല പറയുന്നത്. അവൻ നമ്മളിൽ തൻ്റെ കൂടാരം അടിക്കുകയാണ്. അതുതന്നെയാണ് സംഭവിക്കുന്നത്. ഒരു വ്യക്തി
യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ ഈ വലിയവനായ കർത്താവിന്റെ സാന്നിധ്യം ആ വ്യക്തിയിലേക്ക് കടന്നു വരികയാണ്. മോശയ്ക്ക് ആ ശുശ്രൂഷ ചെയ്യുവാൻ കഴിഞ്ഞില്ല. അതാണ് നമ്മൾ വായിക്കുന്നത്. ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായി തന്നെ. എന്നിട്ട് പറയുന്നു, പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു. ആ വാക്യം ശ്രദ്ധിച്ചു നോക്കണം. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചാൽ. പൊതുവായിട്ടുണ്ടാകുന്ന ഒരു ചോദ്യമാണ്, രക്ഷ ഭദ്രമാണോ? രക്ഷിക്കപ്പെട്ട വ്യക്തി പിന്നീട് രക്ഷാനുഭവത്തിൽ അവന് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അവന് രക്ഷയുടെ പൂർണ്ണതയിലേക്ക് യാത്ര ചെയ്യാൻ കഴിയുമോ? ഞാനത് പലപ്പോഴും പറയുന്ന ദൈവമക്കളെ പറഞ്ഞ് നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. രക്ഷയ്ക്ക് 3 കാലമാണുള്ളത്. അതിൻ്റെ പാസ്റ്റ് ടെൻസിൽ, അതിൻ്റെ ഭൂതകാലത്ത് നമുക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നും എനിക്ക് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു മരിച്ചതെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷയ്ക്കായി വായ കൊണ്ട് ഏറ്റുപറയുമ്പോൾ അവിടെ ഒരു നീതീകരണം സംഭവിക്കുകയാണ്. എൻ്റെ ആത്മാവിൽ അതൊരു വിടുതലായി തീരുകയാണ്. എൻ്റെ കെട്ടുപോയ ആത്മാവ് അവിടെ കത്തുകയാണ്. 2 രക്ഷയുടെ കാലം. ഇന്ന് ഞാൻ ആ അനുഭവത്തിലൂടെ യാത്ര ചെയ്ത് ഞാൻ മുമ്പോട്ട് യാത്ര പോവുക. അതാണ് എന്നിൽ നടക്കുന്ന ശുദ്ധീകരണം. ഓരോ ദിവസവും എന്നെ ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്യുകയാണ്? ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്താൽ ശുദ്ധീകരിക്കുന്നു. എൻ്റെ സോള്, എൻ്റെ ദേഹി ദൈവത്തിൻ്റെ സന്നിധിയിൽ ശുദ്ധീകരിക്കപ്പെട്ട് മരണത്തോളം ആ ശുദ്ധീകരണത്തിൻ്റെ പ്രോസസ്സ് എന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3, ഞാൻ അങ്ങനെ ജീവിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പൊൻപുലരിയിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ എന്നിൽ ആ രക്ഷയുടെ പൂർണ്ണത സമ്പൂർണ്ണമാകുകയാണ്. ഇതുതന്നെയാണ് ഈ പ്രത്യാശയും ഈ സ്വീകാര്യവും നാം മുറുകെ പിടിച്ചുകൊണ്ടാൽ, അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം അവൻ്റെ ഭവനമായി തീരും. എന്നെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങൾ കൊണ്ട് നാം യേശുവിനെ അറിഞ്ഞു, ഞാൻ യേശുവിനെ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവൻ്റെ ഭവനമായി തീരാൻ കഴിയത്തില്ല. ഈ ഭവനം പണിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെയും നിങ്ങളുടെയും ഭവനം പണിതുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് അടിസ്ഥാനമിട്ടത് എൻ്റെ ആത്മാവിലാണ്. കെട്ടുപോയ എൻ്റെ ആത്മാവിനെ അവൻ കത്തിച്ചു. എൻ്റെ ആത്മാവിൽ അവൻ്റെ പ്രകാശം കടന്നു വന്നു. ഇന്ന് അവൻ എൻ്റെ ദേഹിയിൽ, എൻ്റെ സ്വഭാവത്തിലും എൻ്റെ ചിന്തയിലും എൻ്റെ ചിന്തയിൽ കടന്നു വരുന്ന, എൻ്റെ ഹൃദയത്തിൽ കടന്നു വരുന്ന നിരൂപണങ്ങൾ, എൻ്റെ ബുദ്ധിയുടെ ചിന്തകൾ, ഇവയെല്ലാം കർത്താവ് ശുദ്ധീകരിച്ച് കർത്താവിന് ഇഷ്ടമുള്ള ഒരു മാനത്തിൻ്റെ അനുഭവത്തിലൂടെ എന്നെ കൊണ്ടുപോവുകയാണ്. എന്നാൽ പിന്നെ നമ്മൾ കാണുന്നത്, ഇങ്ങനെയാണ് ഞാൻ ജീവിച്ച് മരിച്ചതെങ്കിൽ ആ രക്ഷയുടെ അനുഭവത്തിൽ എനിക്ക് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു പൊൻപുലരിയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു ബൈബിൾ സ്റ്റഡിയിൽ കടന്നു വന്ന് വചനം കേട്ടിട്ട് അത് മറന്നുപോയി ഒഴുകിപ്പോകുന്നവരായി തീരരുത്. നാം കേട്ട വചനം ശ്രദ്ധയോടെ മുറുകെ പിടിച്ചുകൊണ്ട് അവസാനത്തോളം പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചു കൊണ്ടുപോകുവാൻ കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. ക്രിസ്തുവോ അവൻ്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായി തന്നെ. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവൻ്റെ ഭവനമാകുന്നു. ഇനിയും ഒരു വാണിംഗ് ആണ്. നമ്മൾ കഴിഞ്ഞ 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും കണ്ടതുപോലെ ആദ്യം ഒരു വിഷയം അവതരിപ്പിക്കുന്നു, പിന്നീട് ഒരു വാണിംഗ് നൽകുകയാണ്. എന്താണ് വാണിംഗ്? അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരങ്ങൾ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. 1-ാമത്തെ വാണിംഗ് നമുക്കറിയാം. നിങ്ങൾ ഇങ്ങനെ ഒഴുകിപ്പോയാൽ, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? 2-ാമത്തെ നമ്മളോടുള്ള സന്ദേശം, അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നിങ്ങൾക്കുണ്ടാകരുത് എന്നുള്ളതാണ്. ഒരു വലിയ വാണിംഗ് ആണ് ഇവിടെ നൽകുന്നത്. എന്താണ്? പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ. ഇത് എഴുത്തുകാരൻ്റെയോ അല്ലെങ്കിൽ പൗലോസിൻ്റെയോ പ്രസ്താവനയല്ല. പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ,
നമുക്കറിയാം എന്തുകൊണ്ടാണ് യേശു മോശയേക്കാൾ വലിയവനെന്ന് നമ്മൾ കണ്ടു. മോശയേക്കാൾ വലിയവനാകുന്നത് മോശ ഇസ്രായേൽ മക്കളെ നടത്തി വരുമ്പം വെള്ളം മുന്നിൽ കണ്ടു. മോശ എന്ത് ചെയ്തു? തൻ്റെ കൈ നീട്ടി. മോശ ബലഹീനനായിരുന്നു. മോശ അവിടെ നിന്ന് കരഞ്ഞു. മോശയോട് ദൈവം ചോദിക്കുക, നീ എന്തിനാ കരയുന്നത്? നിന്റെ കയ്യിലിരിക്കുന്ന വടി നീട്ടുക. ഈ വടി നീട്ടിയപ്പോൾ ചെങ്കടൽ രണ്ടായി വിഭജിച്ചു. അതിന് നടുവിലൂടെ ജനത്തുമായി കടന്നുപോയി. എന്നാൽ ഇതേ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം യേശുവിൻ്റെ മുമ്പിൽ വന്നപ്പോൾ യേശു എന്താണ് ചെയ്തത്? തൻ്റെ ശിഷ്യന്മാർ നടുകടലിലായിരിക്കുന്നു. അവരെ അക്കരെ എത്തുവാൻ കഴിയാതെ വണ്ണം അവരുടെ തോണി വെള്ളത്തിലൂടെ ഇങ്ങനെ വല്ലാതെ ആടി ഉലയുമ്പോൾ യേശു വെള്ളം വിഭജിച്ച് അവരുടെ ബോട്ട് കരയിലടുപ്പിക്കുകയല്ല ചെയ്തത്. യേശു വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു. മോശയ്ക്ക് വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കാൻ കഴിയത്തില്ലായിരുന്നു. കാരണം പ്രകൃതി നിയമങ്ങൾക്ക് വിധേയപ്പെട്ടേ അവന് ജീവിക്കാൻ കഴിയത്തുള്ളായിരുന്നു. അവനൊരു സാധാരണ മനുഷ്യനായിരുന്നു. അവന് വെള്ളം വിഭജിച്ചെങ്കിൽ മാത്രമേ അവൻ അക്കരെ കടക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ യേശുവിന് അക്കരയിലേക്ക് പോകുവാൻ അവന് വെള്ളം വറ്റിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പ്രകൃതി നിയമങ്ങൾ അവന് ബാധകമല്ലായിരുന്നു. അവിടെ അവൻ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു. ഇതൊക്കെ ഇവിടെ എഴുതപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കണം, യേശു എന്തുകൊണ്ടും മോശയേക്കാൾ വലിയവനാണെന്ന് ചിത്രീകരിക്കുവാൻ ഈ എഴുത്തുകാരൻ ശ്രമിക്കുകയാണ്. നോക്കണം, യേശു വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു. മാത്രമല്ല, മോശയുടെ ശവസംസ്കാര ശുശ്രൂഷ നമുക്കറിയാം. ദൈവം നേരിട്ട് അടക്ക ശുശ്രൂഷ ചെയ്തത് മോശയെ മാത്രമാണ്. ദൈവം അവന് ശവസംസ്കാര ശുശ്രൂഷ ചെയ്തു. പക്ഷേ ദൈവം അവനെ അടക്കിയിട്ടും അവന് ഉയർത്തെഴുന്നേക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ യേശുവിനെ ഒരു സാധാരണക്കാരനായ, അല്ലെങ്കിൽ അന്നത്തെ ഒരു ധനവാൻ, അന്നത്തെ ആ സമൂഹത്തിലെ ഒരു ധനവാൻ, ഒരു സാധാരണ വ്യക്തിയുടെ കല്ലറയിലാണ് അടക്കിയത് സാധാരണ ആളുകളാണ്. പക്ഷേ യേശു എന്ത് ചെയ്തു? യേശു മരണത്തെ ജയിച്ചു. നമ്മുടെ ജയം യേശുക്രിസ്തുവിലൂടെ നമ്മൾ പ്രാപിച്ചതാണ്. യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നില്ല എങ്കിൽ പൗലോസ് പറയുന്നു, ഞങ്ങളുടെ സുവിശേഷം വ്യർത്ഥം. ഞാനും നിങ്ങളും ഇന്ന് രാത്രികാലം ഈ വചനത്തിന്റെ സന്ദേശവുമായിട്ട് ഈ ദൈവജനത്തിന്റെ മുമ്പാകെ ആയിരിക്കുന്നതിന്റെ പ്രധാന കാരണം, ഹി ഗോട്ട് റിസറക്റ്റഡ് ഫ്രം ദ ഡെഡ്. മരിച്ചവരിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റു എന്നതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് ഈ സന്ദേശവുമായിട്ട് ഇവിടെ ആയിരിക്കുന്നത്. നമ്മുടെ രക്ഷ പൂർണ്ണമാക്കുവാൻ, നമ്മുടെ വീണ്ടെടുപ്പ് സാധ്യമാക്കി തരുവാൻ അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ഒരു പുതിയ നിയമം അവിടെ സ്ഥാപിതമാകുകയാണ്. പഴയ നിയമങ്ങൾ എല്ലാം മാറിപ്പോകുന്നു. പുതിയൊരു നിയമം, യേശുക്രിസ്തുവിൽ വിശ്വാസത്തോടെ അടുത്തു വരുന്നവർക്ക് രക്ഷ സൗജന്യമായി ലഭിക്കുന്നു. നമുക്ക് മുമ്പോട്ട് പോകാം. ഇവിടെ നമ്മൾ കണ്ടത്, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. നോക്കണേ, ഇവരോട് പറയുകയാണ്, ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ വെച്ച് അവരുടെ ഹൃദയത്തെ കഠിനമാക്കി. മോശയിലൂടെ ഒരു പ്രോമിസ് ലാൻഡിലേക്ക് ഇവരെ കൊണ്ടുപോവുകയാണ്. ഇതുപോലെ യേശുക്രിസ്തുവും ഒരു പ്രോമിസ് നൽകി നമ്മെ എല്ലാവരെയും വാഗ്ദത്ത കനാനിലേക്ക് നടത്തുകയാണ്. അവർ പരീക്ഷയുടെ ദിവസത്തിൽ, അല്ലെങ്കിൽ അവരെ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ മത്സരിച്ചു. ദൈവം തന്നെയാണ് അവരെ ടെസ്റ്റ് ചെയ്യുന്നത്. അവർ മത്സരിക്കുന്നു, അവരുടെ ഹൃദയം കഠിനമാക്കുന്നു. എന്തുകൊണ്ട് ദൈവം ഈ കാര്യങ്ങളിലൂടെ അവരെ കടത്തിവിട്ടു? വെള്ളമില്ലാതെ വന്നു. അവർ ദൈവത്തോട് പിറുപിറുക്കുകയാണ്. അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ല ചെയ്തത്, ദൈവത്തോട് പിറുപിറുക്കുകയാണ്. അവർക്ക് ആഹാരമില്ലാതിരുന്നു, അവർ ദൈവത്തോട് പിറുപിറുക്കുന്നു. അവിടെ അവർക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഒരിക്കലും ഈ ദൈവത്തോട് ഡൗട്ടുകൾ ചോദിക്കുന്നതിൽ ദൈവം ഒരിക്കലും നമ്മെ കുറ്റം പറയത്തില്ല. ഡൗട്ടുകൾ മാനുഷികമായി കടന്നു വരാം. പക്ഷെ അവിശ്വാസം, ഡൗട്ടും രണ്ടും, നമുക്ക് ഒത്തിരി സംശയങ്ങൾ കടന്നു വരാം. സംശയവും അവിശ്വാസവും, അവിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ കണ്ട ഒരു കാര്യത്തെ നമുക്ക് വിശ്വസിക്കാൻ കഴിയാതെ വരുന്ന ഒരു മേഖലയാണ് അവിശ്വാസം.
ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും വ്യക്തമാക്കാനുണ്ട്. കർത്താവ് എന്തുകൊണ്ട് പല കാര്യങ്ങൾ ബൈബിളിൽ നമ്മൾ പല കാര്യങ്ങളും ഇപ്പം മറിയ യേശുക്രിസ്തുവിൻ്റെ അമ്മയാകുന്ന മറിയുടെ അരികിൽ ദൂതൻ കടന്നു വരുമ്പോൾ മറിയയ്ക്ക് ഒത്തിരി ഡൗട്ടുകളാണ്. എൻ്റെ വിവാഹം നടന്നിട്ടില്ല, ഞാൻ കന്യകയായ എന്നിൽ ഇത് സംഭവിക്കുമെന്ന് പറയുമ്പോൾ ഒരു മാനുഷികമായ സംശയം അല്ലെങ്കിൽ ഡൗട്ടാണ്. അല്ലെങ്കിൽ അതിനു മുമ്പ് അങ്ങനൊരു കാര്യം മറിയ കണ്ടിട്ടില്ല. അവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുവാൻ പാകത്തിലെല്ലാം സജ്ജമായിരിക്കുകയാണ്. പക്ഷേ അവരെന്ത് ചെയ്തു? ഞാൻ ഓർക്കുകയാണ്, ഇസ്രായേൽ മക്കളെ പോലെ വിശ്വസിക്കുവാൻ ഭാഗ്യം ലഭിച്ചവർ മറ്റാരുമില്ല. അവർ രാവിലെ എണ്ണിക്കുമ്പോൾ കണ്ണ് തുറക്കുമ്പോൾ മുതൽ കാണുന്നത് വിശ്വസിക്കുവാൻ അവരെ സഹായിക്കുന്ന ഓരോ ഘടകങ്ങളാണ്. എണ്ണിക്കുന്ന ഉടനെ അവർ എന്ന് മന്ന പറക്കുന്നു. അതൊരു അത്ഭുതമല്ലയോ? അത് സ്വർഗീയ ഭക്ഷണമാണ്, മല്ലന്മാരുടെ ആഹാരമാണ്. അത് ചിലപ്പം ഇടിച്ച് അത് ദോശ പോലെയൊക്കെ ഉണ്ടാക്കി പല രീതിയിൽ അവർ തന്നെ കഴിച്ചു, പല രുചിയിൽ അവർ തന്നെ കഴിച്ചു. അതിനെപ്പറ്റി പറയുന്നത് അത് ചെറിയൊരു സീഡ്, ഇംഗ്ലീഷ് അത് കൊടുത്തിരിക്കുന്നത് കൊറിയൻഡർ സീഡിനത്രയും, അല്ലെങ്കിൽ ഒരു മല്ലിയുടെ ധാന്യം പോലെ വലിപ്പം മാത്രമുള്ളത്, അത് മഞ്ഞിൽ പൊതിഞ്ഞ് ഒരിക്കലും അത് അഴുക്കിൽ വീണു പോകാതെ, പൊടിയിൽ വീണു പോകാതെ, ഏറ്റവും നോക്കണം, അത് ഇത്രയും ചെറിയൊരു കാര്യത്തിൽ പൊടി വന്നു കഴിഞ്ഞാൽ എന്തെടുക്കും? അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു? ആദ്യം രാത്രിയിൽ മഞ്ഞ് പെയ്യ്ക്കുന്നു, പിന്നീട് അതിൻ്റെ മുകളിലേക്ക് മന്ന വീഴുന്നു, വീണ്ടും അതിൻ്റെ മുകളിലേക്ക് മഞ്ഞ് വീഴുന്നു. എന്നിട്ട് ഇവർ രാവിലെ എന്ന് മഞ്ഞ് നീക്കിയിട്ട് ഈ മന്ന പറക്കുന്നു. ഇതൊരു അത്ഭുതമല്ലയോ? അവർക്ക് വെള്ളം വേണ്ടിയപ്പം തീക്കൽ പാറയിൽ നിന്ന് ഒരിക്കലും സാധ്യതയില്ലാത്തിടത്തു നിന്ന് അവർക്ക് വെള്ളം കിട്ടുന്നു. ഒരിക്കലും അവർ കടന്നു പോയിടത്ത് അവരുടെ വെള്ളം കഴിക്കുന്നു, അവർക്ക് വെള്ളം മധുരമാക്കി കൊടുക്കുന്നു. സാധാരണ നാച്ചുറൽ വാട്ടറിനേക്കാൾ രുചികരമായ വെള്ളം അവർക്ക് കൊടുക്കുന്നു. സമുദ്രം അവർക്ക് വഴിമാറുന്നു, യോർദാൻ അവർക്ക് മുമ്പിൽ ഓടിപ്പോകുന്നു. ലോകത്തിൽ വിശ്വസിക്കുവാൻ സഹായകരമാകുന്ന എല്ലാ ഘടകങ്ങളും ഒരുപോലെ കടന്നു വന്ന് വിശ്വസിക്കുവാൻ പാകത്തിൽ അവരെ ആക്കിയിട്ടും അവരിൽ എന്തു വന്നു? അവിശ്വാസം. ദൈവമക്കളെ, നമ്മൾ എത്ര വചനം കേൾക്കുന്നു എന്നും നമ്മൾ എത്ര മിറക്കിൾസ് കാണുന്നു എന്നുള്ളതല്ല. മിറക്കിൾസിലൂടെ മാത്രം യാത്ര ചെയ്തു പോയിട്ടുള്ളവരും മത്സരിച്ചും അവിശ്വസിച്ചും വീണുപോയി. നമ്മൾ ഇന്ന് രാത്രികാലം തിരിച്ചറിയേണ്ടത് കുറേയേറെ അത്ഭുതങ്ങളെ കണ്ടിട്ട് കർത്താവെ നിന്നിൽ വിശ്വസിക്കാമെന്നല്ല. കർത്താവെ, ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും അങ്ങയുടെ വചനത്തിന് മാറ്റമില്ല. ഞാനൊരു അത്ഭുതം കണ്ടുകൊണ്ടല്ല അങ്ങയെ കണ്ടത്, ഞാൻ അറിഞ്ഞു അങ്ങേ എൻ്റെ വീണ്ടെടുപ്പുകാരനും എൻ്റെ രക്ഷിതാവുമാണ്. പ്രിയരെ, അത്ഭുതങ്ങൾ കണ്ടിട്ട് കർത്താവിലേക്ക് വന്നവർ പലരും അത്ഭുതങ്ങൾ കാണാതിരിക്കുമ്പോൾ അവർ മടങ്ങിപ്പോകും. പക്ഷേ ദൈവവചനത്തിലൂടെ ദൈവത്തെ കണ്ടിട്ടുള്ളവർ ഒരിക്കലും ദൈവത്തെ വിട്ടും കടന്നു പോകില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് ഓർപ്പിച്ചതാണ്. ഇസ്രായേൽ മക്കൾ കണ്ടിന്യൂസ് ആയി മോർണിംഗിൽ അവർ ദൈവത്തിൻ്റെ മിറക്കിൾസ് കാണുന്നു. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നി തൂണുകൾ. അവർക്ക് മേഘസ്തംഭവും അഗ്നി തൂണുകളും ഇവർക്ക് വെളിച്ചം നൽകുന്നു. ഇവരുടെ കാലിലെ ചെരുപ്പ് തേഞ്ഞു പോകുന്നില്ല. ഇതിലും വലിയ മിറക്കിൾ എന്തുവാ? അവരുടെ കാല് തൊട്ട് അവരുടെ മുടി വരെ നോക്കിയാൽ അവർക്ക് അത്ഭുതങ്ങളാണ്. അവരുടെ വസ്ത്രം പഴകിപ്പോകുന്നില്ല. ഇവർ പോകുന്ന ഏത് സ്ഥലത്താണ്? ഇന്ന് ഇപ്പം എക്സാമ്പിൾ, നമ്മളായിരിക്കുന്ന ഈ പട്ടണത്തിൽ അവരായിരിക്കുന്നതെങ്കിൽ അവർ അടുത്ത ദിവസം പോകുന്നത് കുറച്ചുകൂടെ മാറി മീത്ത് എന്ന് പറയുന്നൊരു സ്ഥലത്ത്, അല്ലെങ്കിൽ എക്സാമ്പിൾ പറയാം, നമ്മുടെ ഇവിടുത്തെ രാജ്യത്തെ സ്ഥലങ്ങൾ. അല്പം കൂടെ പോകുമ്പോൾ ലോങ് ഫോർഡിലേക്ക് പോകുന്നു. അല്പം കൂടെ പോകുമ്പോൾ അത് മുകളിലേക്ക് നോർത്തേൺ അയർലൻഡിലേക്ക് പോകുന്നൊരു സ്ഥലം. ഇവരെവിടാണോ അവിടെയാണ് മന്ന വീഴുന്നത്. ഇവരുടെ അഡ്രസ്സ് മാറുന്നതിനനുസരിച്ച് ഈ മന്ന വീഴുന്നതിൻ്റെ അഡ്രസ്സ് മാറുകയാണ്. ഇതിനേക്കാൾ വലിയ മിറക്കിളുണ്ടോ? നമ്മൾ പറയൂ, അവർ എത്രയോ ദൈവത്തിന് അത്ഭുതങ്ങളെ കണ്ടിട്ടും അവർ പിന്മാറ്റത്തിൽ പോയല്ലോ. അതൊക്കെ എന്തൊക്കെ അത്ഭുത ദൈവമക്കളെ. 1 or 2 ദൈവത്തിൻ്റെ മിറക്കിൾസ് കണ്ടവര് അവർ അവിശ്വസിച്ച് വീണ്ടും മടങ്ങിപ്പോകും. 100,000 അത്ഭുതങ്ങൾ കണ്ടവർ, ഞാൻ പറയുന്നു 365 × 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
365 into 40 years അവർ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കണ്ടിട്ടുള്ളവരായിരുന്നു. ഈ അത്ഭുതങ്ങളെ കണ്ടിട്ടും അവർ ദൈവത്തിൽ വിശ്വസിക്കാതെ അവർ ദൈവത്തിൽ അവിശ്വസിച്ചു. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, 40 ആണ്ട് എൻ്റെ പ്രവർത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. നോക്കണം, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. 40 ആണ്ട്, ഫോർ ദ ലോങ് 40 years they could see the wonderful miraculous work of the Lord, morning and evening, day and night. രാവിലെയും വൈകിട്ടും പകലും വൈകിട്ടും ഒക്കെ അവർ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കണ്ടു. പക്ഷേ അവരിൽ ഉണ്ടായത് വിശ്വാസമല്ല, അവിശ്വാസമാണ്. നോക്കണം, അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവരെപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എൻ്റെ വഴികളെ അറിയാത്തവരെന്നും ഞാൻ പറഞ്ഞു. അപ്പം ദൈവം വെറുതെ സാക്ഷ്യം പറഞ്ഞതല്ല. നമ്മൾ ഓർക്കും, ഈ ഇറങ്ങിത്തിരിച്ചവരിൽ 2 പേർ, യോശുവയ്ക്കും കാലേബിനും മാത്രമേ ഇറങ്ങിത്തിരിച്ചവരുടെ കൂട്ടത്തിൽ വാഗ്ദത്ത കനാനിൽ എത്താൻ കഴിഞ്ഞുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം മരുഭൂമിയിൽ വെച്ച് ജനിച്ചവരായിരുന്നു. ബാക്കി ഇറങ്ങിത്തിരിച്ചവർ മുഴുവനും മരുഭൂമിയിൽ പട്ടുപോയി. ഇത്രയും എന്തുകൊണ്ടാ? മോശെ ഒരിക്കൽ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, ദൈവമേ, ഈ ജനത്തെ വിളിച്ചിറക്കിയിട്ട് ഇവർ മരുഭൂമിയിൽ വെച്ച് പട്ടുപോയി കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്തു പറയും? പക്ഷേ ഈ പ്രാർത്ഥനയ്ക്കൊന്നും ഫലമുണ്ടായില്ല. അവരെല്ലാവരും മരുഭൂമിയിൽ പട്ടുപോയി. അവരുടെ അത്ഭുതങ്ങൾ നോക്കിയാൽ, പട്ടുപോയി കിടക്കുന്ന അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്നവരുടെ ചെരുപ്പെ നോക്കിയാൽ ചെരുപ്പ് തേഞ്ഞിട്ടില്ല, വസ്ത്രം പഴകിയിട്ടില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകളെ ശ്രദ്ധിക്കുന്നത്, മുഖത്തേക്ക് നോക്കുന്നതൊക്കെ മരിച്ചു കിടക്കുമ്പോഴല്ലയോ? നോക്കി മരിച്ചു കിടക്കുന്ന ഓരോ ആളുകളെയും ആളുകൾ കണ്ടത്, അവർ പട്ടുപോയി, ഇനി എനിക്കത് ഉണ്ടാകരുതെന്ന് ഓർത്ത് ആരും മാനസാന്തരപ്പെട്ടില്ല. എന്നിട്ട് പറയുകയാണ്, അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കുവാൻ നോക്കുവിൻ. സഹോദരന്മാരെ, വീണ്ടും വിളിക്കുകയാണ്, ബ്രദറൻ, സഹോദരന്മാരെ, വിശുദ്ധ വിളിക്ക്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, വിശുദ്ധ സഹോദരന്മാരെ, കർത്താവ് നിങ്ങളെ തള്ളിക്കളയാതിരിപ്പാനും കർത്താവിൻ്റെ സന്നിധി നിങ്ങൾ മാറിപ്പോകാതിരിപ്പാനും നിങ്ങളിൽ എന്തുണ്ടാകില്ല? ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. അപ്പം അൺബിലീഫ് എന്ന് പറയുന്നത് ദൈവം ഒരിക്കലും പൊറുക്കുന്നില്ല. സംശയങ്ങൾ വരില്ലെന്നില്ല, സംശയങ്ങൾ മനുഷ്യമായി വരും. പക്ഷേ ചിലർ തീർത്തും അവിശ്വാസമുള്ള ഒരു മേഖലയിലേക്ക് അങ്ങ് പോകും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചൊരു പേരുണ്ട്. അവർ കർത്താവ് പറഞ്ഞ കാര്യങ്ങളിൽ അവർക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയാതിരുന്നപ്പം അവരെ വിളിച്ചത് അൺബിലീവേഴ്സ് എന്നല്ല, അവിശ്വാസമുള്ളവരെ എന്നല്ല, അവരെ വിളിച്ചത് ലിറ്റിൽ ഫെയ്ത്ത്, അല്പവിശ്വാസികളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ വിശ്വാസമുണ്ട്, പക്ഷെ ആ വിശ്വാസം കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കുകയില്ല. അപ്പം ഫെയ്ത്ത് ആൻഡ് ലിറ്റിൽ ഫെയ്ത്ത് ഉണ്ട്. പക്ഷെ ഒരു അൺബിലീവിങ്, ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലീവ് ചെയ്യാൻ കഴിയാത്തൊരു തലത്തിലേക്ക് മാറ്റപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകും. നമ്മളിൽ ആർക്കും അതുണ്ടായി മരുഭൂമി പട്ടുപോകുവാൻ ഇടയാകരുത്. അതുതന്നെയാണ് നമ്മൾ താപ്പോട്ട് കാണുന്നത്. നിങ്ങളാരും പാപത്തിൻ്റെ ചതിയിൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ. നിങ്ങളിൽ ഇംഗ്ലീഷ് ബൈബിളും മലയാളം ബൈബിളും കൂടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ ആ 13 വാക്യം നോക്കിയേ. ബട്ട് എൻകറേജ് വൺ അനദർ ഡേ ആഫ്റ്റർ ഡേ ആസ് ലോങ് ആസ് ഇറ്റ് ഈസ് സ്റ്റിൽ കോൾഡ് ടുഡേ. നോക്കിയ വാക്ക് എത്രയോ മനോഹരമാണ്. മലയാളത്തിനേക്കാൾ നമുക്ക് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ബട്ട് എൻകറേജ് വൺ അനദർ ഡേ ആഫ്റ്റർ ഡേ. ഓരോരുത്തരെയും ദിവസങ്ങൾ കഴിയുന്തോറും, ഓരോ ദിവസം കഴിയുന്തോറും പ്രോത്സാഹിപ്പിക്കുക. എന്നിട്ട് പറയുന്നു ആസ് ലോങ് ആസ് ഇറ്റ് ഈസ് സ്റ്റിൽ കോൾഡ് ടുഡേ. നമുക്ക് ഇന്നെന്ന് പറയാൻ കഴിയുന്നിടത്തോളം ഈ ടുഡേ എന്ന് പറയുന്നത് അത് ഒരു പ്രസന്റ് റിയാലിറ്റിയാണ്, ഇന്ന് എന്നുള്ളത്. പക്ഷേ നമ്മൾ നാളെ എന്നൊരു ദിവസത്തെ പറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നാളെ നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തെ കഴിഞ്ഞ ദിവസം ആ വചനം കേട്ടതാണ്. നമ്മൾ പറയുമ്പം
കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് നാളെയെ പറ്റി പറയാം. ഇന്ന് രക്ഷയോടുള്ള ബന്ധത്തിൽ ഇന്ന് എന്നെന്ന് അല്ലാതെ ഒരു ദിവസമില്ല. രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും ഉള്ളവരൊക്കെ ആദ്യമായിട്ടൊക്കെ വിശ്വാസാനുഭവത്തിലുള്ള പലരും കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇന്ന് എന്ന് പറയുന്നത് രക്ഷയോടുള്ള ബന്ധത്തിൽ അത് മാത്രമാണ്. രക്ഷയോടുള്ള ബന്ധത്തിൽ നാളെ എന്ന് പറയുന്ന ഒരു ദിവസമില്ല. ആസ് ലോങ് ആസ് ഇറ്റ് ഈസ് സ്റ്റിൽ കോൾഡ് ടുഡേ, ഇന്ന് പറയുന്നു എന്നതിനോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രക്ഷയോടുള്ള ബന്ധത്തിൽ നാളെ ആട്ടെ, നാളെ ചെയ്യാം, നാളെ അനുസരിക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. ഒന്ന് നോക്കിക്കേ, അവിടെ നമുക്ക് ദൈവത്തോട് പ്രതികരിക്കുവാനുള്ള സമയം നാളെയല്ല, കൃപയുടെ സമയം നാളെയല്ല, ഇന്നാണ്. മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുവാൻ നാളെയല്ല, ഇന്നാണുള്ളത്. ദൈവശബ്ദം കേട്ട് പ്രതികരിക്കേണ്ടത് നാളെയല്ല, ഇന്നാണ്. ദിവസേന നാം അന്യോന്യം പ്രബോധിപ്പിക്കണം. നമ്മളിൽ പലരും ബലഹീനരാകുമ്പോഴും ശരീരത്തിൻ്റെ ബലം നഷ്ടപ്പെടുമ്പോഴും വി മസ്റ്റ് എൻകറേജ് വൺ അനദർ ഡേ ബൈ ഡേ. എവറി ഡേ വി മസ്റ്റ് എൻകറേജ്. ഓരോരുത്തരെയും ഓരോ ദിവസവും നാം പ്രബോധിപ്പിക്കണം. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. നമ്മൾ കർത്താവിൻ്റെ പങ്കാളികളാകണമെങ്കിൽ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണം. ആദ്യ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയ്ക്ക് നമുക്കൊരു പാസ്റ്റ് ടെൻസ് ഉണ്ട്. അന്ന് നമ്മൾ കർത്താവിനെ കണ്ടു. ആ വിശ്വാസം നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത് സഭയോട് പറയുമ്പോൾ തന്നെ ദൈവം നൽകുന്ന സന്ദേശം അത് തന്നെയാണ്. നിങ്ങളുടെ ആദ്യ വിശ്വാസം, ആദ്യ സ്നേഹവും, ആദ്യ കർത്താവിലുണ്ടായിരുന്ന ആ സ്നേഹവും വിശ്വാസവും പോയി എന്നുള്ള ഒരു കുറ്റം നിന്നെപ്പറ്റി പറയാനുണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മൾ ആദ്യം കർത്താവിൽ വിശ്വസിച്ചൊരു വിശ്വാസമുണ്ടല്ലോ. ആദ്യ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് എൻ്റെ രക്ഷിതാവാണ്, എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്, എൻ്റെ രക്ഷയ്ക്ക് കർത്താവ് മതിയായവനാണ്. ആ വിശ്വാസം നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ഇന്നും കർത്താവിൻ്റെ രക്ഷയ്ക്ക് എന്നെ മുമ്പോട്ട് നടത്തുവാൻ അവൻ ശക്തനാണ്. നാളെ എൻ്റെ ഈ ശരീരം മണ്ണിൽ പൊടിയായി തീർന്നാലും അതിനെ ഉയർപ്പിക്കുമെന്നുള്ളൊരു വിശ്വാസം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്കുണ്ടായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് അത് പല സന്ദർഭത്തിലും വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ ക്രിസ്തുവിൽ മൺമറഞ്ഞു കഴിയുമ്പോൾ പിന്നെ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു. അതൊരു ഭാഗ്യകരമായ പ്രത്യാശയാണ്. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് മാത്രമല്ല, എൻ്റെ ദേഹിയോടുള്ള ബന്ധത്തിൽ എന്നെ ഓരോ ദിവസവും നല്ല ആലോചന നൽകി എന്നെ സ്വഭാവ രൂപീകരണം വരുത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്നു. നാളെ എൻ്റെ ഈ ഫിസിക്കൽ ബോഡി മണ്ണിൽ മറഞ്ഞു പോയാലും ഒരു വീണ്ടെടുപ്പ് എനിക്കുണ്ട്. നോക്കണം, എന്ന് പറയുന്നതിൽ ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ഇന്ന് എന്നൊരു ദിവസമുണ്ടെങ്കിൽ മത്സരത്തിൽ പിതാക്കന്മാർ ചെയ്തതുപോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. പരീക്ഷിച്ചപ്പോൾ അവർക്ക് ഹൃദയം മെഴുകുപോലെ ഉരുക്കമായിരുന്നു. ഞാനിതിന് പലപ്പോഴും ഒരു ഉദാഹരണം പറയാറുണ്ട്. ഫറവോന് നമുക്ക് ഒരു കളിമണ്ണായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫറവോൻ ദൈവം അവനെ സന്ദർശിക്കുമ്പം പിന്നെ കാണുന്നത് 10 ബാധകൾ വരുമ്പോഴും ഫറവോൻ അവൻ്റെ ഹൃദയത്തെ കഠിനമാക്കി. ഈ ഫറവോനോട് ദൈവം അടുക്കും തോറും ഫറവോന് സംഭവിച്ചത് ഈ കുശവൻ പാത്രം ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ ചൂടടുപ്പിക്കുന്ന പോലെ. ഇത് അടിക്കും തോറും ഇവൻ്റെ ഹൃദയം അങ്ങ് കട്ടിയാകുക. പക്ഷെ ഒരു ദൈവവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഴുകുപോലെ ഉരുകുക. ആ ചൂട് തന്നെയാണ് ഒരു മൺപാത്രത്തിലേക്ക് അടിക്കുന്നത്. ചൂട് തന്നെയാണ് ഒരു മെഴുകിലേക്ക് അടിക്കുന്നത്. മെഴുക് ചൂടിൻ്റെ ശക്തി അനുസരിച്ച് അത് ഉരുകി അത് മെൽറ്റ് ഡൗൺ ആവും. എന്നാൽ ഒരു മൺപാത്രം അത് എത്രത്തോളം ചൂടടിക്കുമോ അത്രത്തോളം കട്ടിയുള്ളതായി തീരുകയാണ്. മത്സര ദിവസത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. ഇവർ മത്സരിച്ചു. ദൈവസന്നിധിയിൽ ഇവർ മത്സരിക്കും തോറും ഇവരുടെ ഹൃദയം കഠിനമാകുകയാണ്. നമുക്കൊരു വിഷയമുണ്ടായി, നമ്മുടെ ഹൃദയത്തിൽ കഠിനത വന്നു കഴിഞ്ഞാൽ ദിവസങ്ങൾ കഴിയും തോറും അതിൻ്റെ കഠിനത കൂടുകയുള്ളൂ. മത്സര ദിവസത്തിൽ ദൈവം ഇവരെ പരീക്ഷിച്ചപ്പോൾ ഇവർ ദൈവസന്നിധിയിൽ കർത്താവെ തെറ്റുപറ്റി എന്ന് പറയാതെ അവർ കർത്താവിനോട് വീണ്ടും മത്സരിക്കുകയാണ് ചെയ്തത്.
അതാണ് കാണുന്നത്. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. ഇന്ന് ആ 3 പ്രാവശ്യം ഈ അധ്യായത്തിൽ ഇന്ന് എന്നൊരു പദമുണ്ട്. ഇന്ന് എന്ന് പറയുമ്പോൾ മത്സര ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് പറയുന്നതിൽ ആരാകുന്നു കേട്ടിട്ട് മത്സരിച്ചവർ? ചോദിക്കുകയാണ്, ആരോടാണ് ഇത് പറയുന്നത്? മിസ്രൈമിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെട്ടവർ എല്ലാവരുമല്ലോ. മോശ മുഖാന്തരം ആലോചന കിട്ടി പുറപ്പെട്ടവരല്ലയോ ഈ എല്ലാവരും? അതിന് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ലല്ലോ. 40 ആണ്ട് അവരോട് ക്രുദ്ധിച്ചു, പാപം ചെയ്തവരോടല്ലയോ? 40 ആണ്ടും ക്രുദ്ധിച്ചത് ദേഷ്യം വന്നത് ആരോടാ? പാപം ചെയ്തവരോടല്ലയോ? അപ്പം മോശ മുഖാന്തരം ഇറങ്ങി തിരിച്ചെന്ന് പറയുമ്പോൾ അതിനകത്ത് യോശുവയും കാലേബും ഉണ്ട്. അപ്പം എല്ലാവരും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ദൈവത്തോട് പാപം ചെയ്തവർ മാത്രമാണ്. അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ആണയിട്ട് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? ദൈവം ആരോടാണ് ആണയിട്ടത്? അനുസരണം കെട്ടവരോടാണ് ദൈവം പറഞ്ഞത് അവരെൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല. ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. ഇതൊരു വലിയ വാണിംഗാണ് കൊടുക്കുന്നത്. എന്താണ്? ഒരു പഴയ നിയമത്തിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്തുകൊണ്ട് അവർക്കൊരു വാണിംഗ് കൊടുക്കുകയാണ്. അവർ ഇറങ്ങിയവർക്കൊന്നും പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. ഇവിടെ വാഗ്ദത്ത കനാനിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. നമുക്കും യേശു ക്രിസ്തു എന്ന ലീഡർ മോശ ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ നിന്ന് ആ അടിമത്തത്തിൽ നിന്ന് പുറപ്പെടുവിച്ചതുപോലെ യേശു നമ്മെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെടുവിച്ച് നമ്മുടെ ആത്മാവിന് രക്ഷ നൽകി നമ്മുടെ ദേഹിക്ക് ഓരോ ദിവസവും നവീകരണവും പുതുക്കവും നൽകി ആ സാങ്ക്ടിഫിക്കേഷൻ വിശുദ്ധീകരണത്തിലൂടെ നടത്തി ചെന്ന് നമ്മൾ അനുസരണക്കേടിൽ വീണ് യേശുക്രിസ്തുവിൽ മരിച്ചവർക്കുള്ള പുനരുദ്ധാനം ഇല്ലാതായി പോകുവാൻ ഒരിക്കലും ഇടവരരുത്. അവരെല്ലാവരും കർത്താവിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർക്കൊരു പ്രോമിസ് ലാൻഡ്, ഭൂമിയിലുള്ള ഏറിയാൽ 80 വയസ്സ് വരെ ജീവിക്കാൻ കഴിയുന്ന ഒരു വാഗ്ദത്ത കനാനാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിൽ അവിശ്വാസമുണ്ടായാൽ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് 80 വയസ്സ് വരെ ജീവിക്കാൻ കഴിയുന്ന ഒരു കനാനല്ല. ഒരു വാഗ്ദത്ത കനാനുണ്ട്. അത് എറ്റേണിറ്റിയാണ്, നിത്യമായ ദൈവത്തിൻ്റെ വാസസ്ഥലമാണ്. നാം ആരും കർത്താവിൽ നിന്ന് അന്യപ്പെട്ടു പോയി നിത്യ നരകത്തിന് യോഗ്യരായി തീരരുത് എന്നൊരു വലിയ വാണിംഗ് ആണ് ഈ അധ്യായം നൽകുന്നത്. ഈ അധ്യായം പഠിക്കുമ്പോൾ 4-ാം അധ്യായം കൂടെ ചേർത്താണ് പഠിക്കേണ്ടത്. കർത്താവ് അനുവദിച്ചാൽ, കർത്താവിന് വരവ് താമസിച്ചാൽ നമുക്ക് വരുന്ന ദിവസം 4-ാം അധ്യായം പഠിക്കാം. എന്താണ് ഇവിടെ പറഞ്ഞു നിൽക്കുന്നത്? ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. ഒരു വലിയ പിക്ചർ നമ്മുടെ മുമ്പിൽ കാണുകയാണ്. ദൈവമക്കളെല്ലാവരും തിരിച്ചറിയേണ്ടുന്ന ഒരു സത്യം, ദൈവമക്കളിൽ പലരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മയെല്ലാം പഠിപ്പിക്കുവാൻ ദൈവം നൽകുന്നൊരു പാഠമാണ്. പലരും കർത്താവിനെ അറിഞ്ഞിട്ട് തകർന്നു പോയ ചില ജീവിതങ്ങളുണ്ട്. ഇസ്രായേലിനെ പഠിക്കുന്ന പോലെ നമ്മൾ അവരിലേക്കൊന്ന് നോക്കണം. കർത്താവിൻ്റെ പ്രവൃത്തിക്കെതിരെ നിന്നവരൊന്നും, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ തകർക്കുവാൻ ശ്രമിച്ചവരൊന്നും അവരൊന്നും സക്സസ് ആയിട്ടില്ല എന്ന് നാം ദൈവജനത്തിൽ കാണുന്നു. ദൈവത്തിൻ്റെ പ്രോഗ്രാമിനെതിരെ നിന്നവരിൽ നിന്നുള്ള ഒത്തിരി പാഠം നമ്മൾ പഠിക്കണം. നമ്മളിലത് ഉണ്ടാകരുത്. നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് സന്ദേശത്തെ നമുക്ക് കൈമാറാം. നമ്മുടെ യൗവനക്കാരിലേക്ക് ഇത് കൈമാറാം. നമ്മൾ വളരെ ഭയത്തോടെ വേണം ഈ പ്രവാസകാലം കഴിച്ചുകൂട്ടാൻ. അപ്പം മോശ യേശു ക്രിസ്തുവിനേക്കാൾ വലിയവനെന്നാണ് ഒരു ചിന്ത അവരിൽ ഭരിച്ചപ്പോൾ എഴുത്തുകാരൻ പറയുകയാണ്, യേശു ക്രിസ്തുവാണ് മോശയേക്കാൾ വലിയവൻ. എന്തുകൊണ്ട്? മോശ അവരെ നയിച്ചു, അവരെ വാഗ്ദത്ത കനാനിൽ അവരെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. മോശ ഉൾപ്പെടെയുള്ളവർ പട്ടുപോയി. ഇതുപോലെ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ യേശുവിനെ ഈ ഭൂമിയിൽ തൻ്റെ പ്രോമിസിലേക്ക് കടത്തിവിടാതിരിക്കുവാൻ യേശുവിൻ്റെ ശുശ്രൂഷയുടെ പ്രാരംഭം മുതൽ അവസാനം വരെ പിശാച് ശ്രമിച്ചു. യേശുവിൻ്റെ ശുശ്രൂഷയുടെ പ്രാരംഭത്തിൽ കടന്നു വന്ന് പറഞ്ഞു, നീ എന്നെ ഒന്ന് വീണ് നമസ്കരിക്കുക, നിനക്കിതെല്ലാം ലഭിക്കും. അവസാനം യേശു പിശാചിനെ ശാസിക്കുന്നു. യേശു ക്രൂശിൽ കിടക്കുമ്പോൾ യേശുവിനോട് പറയുകയാണ്, നീ ക്രൂശിൽ നിറങ്ങി വാ. ഒരുപക്ഷെ ലാസ്റ്റ് മൂമെന്റ് വരെ യേശുവിനെ തൻ്റെ പ്രോഗ്രാമിൽ നിന്ന് ഇറക്കി വാഗ്ദത്ത കനാനിലേക്ക് തൻ്റെ ജനത്തെ കൊണ്ടുപോകുവാൻ കഴിയാത്ത രീതിയിൽ ഒരു വലിയ പ്രോഗ്രാമുമായി ശത്രു വന്നു. പക്ഷെ നാം തിരിച്ചറിയണം, മോശയെപ്പോലെ
വാഗ്ദത്ത കനാനിൽ പ്രവേശിക്കുവാൻ കഴിയാതിരുന്ന ഒരു ലീഡറല്ല നമുക്കുള്ളത്. നമ്മുടെ ബലഹീനതയിൽ നമ്മളോട് സഹതാപം കാണിക്കുവാൻ, നമുക്ക് നമ്മുടെ കഷ്ടങ്ങളിൽ നമുക്ക് ഏറ്റവും അടുത്തൊരു തുണയായുള്ള ഒരു നല്ല ലീഡർ നമുക്ക് വേണ്ടിയുണ്ട്. പഴയ നിയമ ഇസ്രായേലിനെ നടത്തുവാൻ മറ്റൊരു ജോഷുവ, പഴയ നിയമത്തിൽ യേശുവ അതേ പേരാണ് ജീസസ്. നമുക്കിതാ ഒരു നല്ല ലീഡർ, അവരെ വാഗ്ദത്ത കനാനിലേക്ക് നടത്തുവാൻ ഒരു യോശുവ കടന്നു വന്നതുപോലെ ഇതാ നമുക്ക് ഒരു യേശുവ, ഒരു ജീസസ്, ഒരു വീണ്ടെടുപ്പുകാരൻ നമുക്കുണ്ട്. അവർ വീണുപോയ അവിശ്വാസത്തിലേക്ക് നാമും വീണുപോകാതെ വിശ്വാസത്തോടെ മുന്നേറുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. കേട്ട വചനം എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. ദൈവത്തോട് പ്രതികരിക്കുവാനുള്ള ദിവസം ഇന്നാകുന്നു. കൃപയോടുള്ള ബന്ധത്തിൽ കൃപയുടെ സമയം ഇന്നാകുന്നു. രക്ഷയുടെ സമയം ഇന്നാകുന്നു. മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുവാൻ കഴിയുന്ന ദിവസം ഇന്നാകുന്നു. വിശ്വാസികളെ പ്രബോധിപ്പിച്ച് നിത്യതയിലേക്ക് അവരെ നടത്തുവാൻ ഇന്ന് എന്നൊരു ദിവസമുള്ളപ്പോൾ നമുക്ക് നാളേക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ആരെങ്കിലും കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച്, ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിച്ച്, ഹൃദയം കൊണ്ട് വിശ്വസിച്ച്, രക്ഷയ്ക്കായി വായി കൊണ്ട് ഏറ്റുപറഞ്ഞ് ജലത്തിൽ സാക്ഷീകരിക്കുവാനുള്ള പ്രിയപ്പെട്ടവർ അതിനായിട്ടുള്ള തീരുമാനത്തെ എടുക്കാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. സ്നേഹമുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിന് മുമ്പാകെ, ഈ വചനത്തിന് മുമ്പാകെ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഇന്ന് ഈ സന്ധ്യയിൽ ഞങ്ങളെ കേൾപ്പിച്ച വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ധ്യാനിച്ച് മുമ്പോട്ട് പോകുവാൻ, നാളെ എന്ന് പറയുന്ന ഒരു ദിവസം ഞങ്ങളുടെ മുമ്പിലില്ല. ഞങ്ങളാരും ദൈവമേ ഇസ്രായേൽ മക്കൾക്ക് പറ്റിയതുപോലെ ആ വലിയ ചതിക്കുഴിയിൽ വീണു പോകാതെ, അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം ഉണ്ടാകാതെ വിശ്വസിച്ച് മുമ്പോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരത്തിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തട്ടെ.